പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരച്ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. ശാസ്താവിന് 108 കരിക്ക് അഭിഷേകവും നെയ്യും സമർപ്പിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ച പുലർച്ചെ 4-ന് വിശേഷാൽ പൂജ കഴിഞ്ഞ് ശാസ്താവിന് 108 കരിക്ക് അഭിഷേകം സമർപ്പിച്ചു. തുടർന്ന് 5:15-ന് ചുറ്റുവിളക്ക് ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് പൂരത്തോടനുബന്ധിച്ചുള്ള നെയ്യ് സമർപ്പണം ആരംഭിച്ചു. ക്ഷേത്രം നടപ്പുരയിലെ വലിയ ഓട്ടുചരക്കിൽ ശാസ്താവിനുള്ള നെയ്യ് ഭക്തർ സമർപ്പിച്ചു. ഇതോടെ സമ്പൂർണ്ണ നെയ്വിളക്കിൽ ഭാഗമാകാനുള്ള അവസരമാണ് ഭക്തർക്ക് കൈവന്നത്. വിവിധ ദേശങ്ങളിലെ നൂറുകണക്കിന് ഭക്തർ നെയ്യ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ദേശക്കാരുടെ സമർപ്പണമടക്കം 3 ചുറ്റുവിളക്കുകൾ സമ്പൂർണ്ണ നെയ്വിളക്കായാണ് നടത്തിയത്. ഗ്രാമബലി വരെയുള്ള 13 ദിവസങ്ങൾ നെയ്ത്തിരിയായാണ് ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും തെളിയിക്കുക. പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഭക്തവത്സലനായ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തർക്ക് നെയ്യ് സമർപ്പിക്കാനുള്ള സൗകര്യം ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൂരത്തിന്റെ ഭാഗമായുള്ള 13 ദിവസങ്ങളിൽ 23 ചുറ്റുവിളക്കുകളാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തെളിയിക്കുന്നത്. ദിവസവും രാവിലെ 5-നും വൈകിട്ട് 5:30-ക്കുമുള്ള ചുറ്റുവിളക്കിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭക്തർ സമർപ്പണമായി നൽകിയതാണ് ചുറ്റുവിളക്ക്. പൂരദിവസങ്ങളിൽ ആറാട്ടുപുഴ ക്ഷേത്രം പൂമാലകളാൽ അലങ്കരിക്കപ്പെടും. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചിരാതുകൾ, 2 ദീപസ്തംഭങ്ങൾ, ചുറ്റുമതിലിലെ കൽവിളക്കുകൾ എന്നിവയിലെല്ലാം ഭക്തജനങ്ങളാണ് തിരി തെളിയിക്കുന്നത്.